വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടല്ല, ഒരു ഡേ ബിഫോർ എക്സാം. നമുക്ക് നാളെ എക്സാം ആണ്. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു ദിവസം എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി റൂട്ടീനും കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷനേ ഒരു വീഡിയോ ഒരു വ്ളോഗ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, ഫ്രഷായി. ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡിയാണ് നമ്മൾ പഠിക്കണം. 10 മണി മുതൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്നല്ല, ജസ്റ്റ് പഠിക്കുന്നു. സൗണ്ട് കിട്ടും. ഞാൻ എടുത്തത് അപ്പൊ അങ്ങനെ ബൈ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് പഠിക്കാറ്. അതാകുമ്പോൾ എനിക്ക് എല്ലാവരും ഇവിടെ നോക്കി കാണാൻ പറ്റും. പിന്നെ കുറച്ച് വെളിച്ചം ഇതൊക്കെ കിട്ടും. പിന്നെ എനിക്ക് എന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയാണ് കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. അപ്പോൾ ഇത്രയും സംഭവം പഠിക്കാണ്ട് ഇല്ലാതെ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ല. മുന്നിലുള്ളത് അത്ര വലിയ ടഫായിട്ടുള്ള ശബ്ദമൊന്നുമില്ല നാളത്തെ. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇത് ഞാൻ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് കഴിയുന്നതിന് തന്നെ ഞാൻ സ്റ്റേപ്ലർ അടിക്കും. അപ്പോൾ 2 എക്സാം കഴിഞ്ഞ് സ്റ്റേപ്ലർ അടിച്ചു. ഇനി ഇതിപ്പോൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാണാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും ചെയ്യാനൊന്നുമില്ല. വീഡിയോ എടുക്കണം എന്തുകൊണ്ട് മതി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു. സമയം ഇപ്പോൾ ഒരു 12 മണിയായി. വിശക്കുന്നു. 12 മണി കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഗൈസ് ഇവിടെ എഗ്ഗും ബ്രെഡും ഉണ്ട്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ആക്കാം. ഗൈസ് നമുക്ക് ഇപ്പോൾ ചായ വെക്കാൻ വേണം. ചായയും ബ്രെഡ് ഓംലെറ്റ് സെറ്റാക്കാം നമുക്ക്. അപ്പോൾ നമുക്കിന്ന് ബ്രെഡും ഓംലെറ്റും കഴിക്കാം. അതൊന്നുമില്ല, നമുക്ക് ഉച്ചക്ക് പുറത്തോട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ വിശക്കുന്നു. ഇപ്പോൾ സമയം 12:20 രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ. ഇത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, കരിഞ്ഞിട്ടുണ്ട്. കട്ടൻ ചായ ഉണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എന്നും പഠിക്കാനുണ്ട്. അപ്പോൾ ബൈ. അതങ്ങനെ ഫിനിഷായില്ല. ലാസ്റ്റ് ബൈറ്റാണ്. അപ്പോൾ ഇന്നും കുറേ പഠിക്കാനുണ്ട്. പക്ഷെ പഠിക്കാനൊരു മൂഡില്ല, അതാണ് പ്രശ്നം. പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കി, 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇനി നമ്മൾ 5th പഠിക്കാം. 5th ഈസിയാണ്. അപ്പോൾ 5th പഠിക്കാം, പിന്നെ 6th പഠിക്കാം. ഇത് രണ്ടും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്കത്ര സുഖമുള്ള ഫീൽ ചെയ്തില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. അണിഞ്ഞൊരുങ്ങിയിട്ട് എവിടെ പോകുന്നു? പഠിക്കാൻ തന്നെയല്ലേ പോകുന്നത്? പഠിക്കായിരുന്നു. അതെ ഗൈസ്, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് എന്താണ്, ഞാനും കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമായിരുന്നു ഫുഡ് കഴിച്ചിട്ട്. ഞാൻ വിചാരിച്ചപ്പോ ഇവിടെ പഠിച്ചങ്ങട് എന്താ പറയാ, പഠിച്ച് ക്ഷീണിച്ചിരിക്കുന്നോ? ഫോണിൽ കളിച്ചോണ്ടിരിക്കാണ്. അതാണ്, ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ അങ്ങ് പഠിക്കൂല. ഞാൻ കംപ്ലീറ്റ് ആക്കി, ഇത്ര കംപ്ലീറ്റ് ആക്കി. എനിക്ക് കുറച്ചും കൂടെ ഉള്ളു. എന്തായി തിങ്ങൾമാറ ഇവിടെ പോയി? അവിടെ ഉണ്ട്, പഠിച്ചോണ്ടിരിക്കാണ്. എന്നാൽ ശല്യം ചെയ്യണ്ട. ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ കഴിച്ചു ബ്രെഡും ഓംലെറ്റ്. ഞാൻ അത് ഞങ്ങളിങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ഫ്രൈ ആയിട്ട് കഴിച്ചു. നിങ്ങളോ? നമ്മൾ ബ്രെഡ് ഫ്രൈ സെപ്പറേറ്റ്. ഈ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പുറത്ത് പോയിട്ട് മടി മടിയല്ല, എക്സാം പഠിക്കണ്ടേ? ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പരീക്ഷയാണെങ്കിൽ ഞങ്ങൾ മെയിനാണ്. ഞങ്ങൾ പക്ഷെ ഇന്ന് വെള്ളമില്ല. അപ്പോൾ വെള്ളം എടുക്കാൻ പോകാനുള്ള മടി കാരണം സെയിം അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
പഠിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ? ബൈ. തിങ്കൾ വരെ പഠിക്കുവാണ്. അപ്പൊ വിസ്മയജയൻ അവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി മേലേക്ക് കയറി വന്നിട്ടുണ്ട്. അവിടുത്തെ സ്ട്രെച്ചിലിരുന്ന് പഠിക്കാറില്ല. അതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ നമ്മള് രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മള് രാവിലെ ചന്ദ്ര സുധീർ അവിടെ കിടന്നിട്ടും ഉരുണ്ടിട്ടും ഒക്കെ പഠിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. വിസ്മയ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് 1-2 പറഞ്ഞിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വീണ്ടും പഠിക്കാൻ പോവാണ്. ട്രക്ക്. അപ്പൊ അങ്ങനെയാണ്. ടൈം അങ്ങനെ 5 മണി കഴിഞ്ഞു. 5:25. അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാം. അപ്പം ഞങ്ങൾ റെഡിയായി. ഞാൻ ഹാപ്പിയും കൂടി ലഞ്ച് കഴിക്കാൻ പോവാണ്. എന്താണ് പറയാനുള്ളത് ആദ്യത്തെ? ഒന്നും പറയാനില്ല. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി. അപ്പോൾ നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ടും. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വരാം. ഞാനും ഹാപ്പി മാത്രമേ ടിങ്കിളും ചന്ദനയും കഴിച്ചെന്ന് തോന്നുന്നു. നേരത്തെ വിളിച്ചായിരുന്നു, അന്നേരം ഞാൻ പോയിട്ടില്ല. അവർ കഴിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. കഴിച്ച് നമ്മളങ്ങനെ തിരിച്ചെത്തി. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു അല്ലേ? ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ റൂമിലെത്തി. കഴിച്ച് അങ്ങനെ 11 മണിയായി. ഇനിയിപ്പോൾ പഠിപ്പ് നിർത്തി. നാളെ എന്തെങ്കിലും എണീച്ച് പഠിക്കാം. അപ്പോൾ ചന്ദ്രൻ സുധീർ ബൈ പറ. ബൈ.